സൗമ്യ, കോഴിക്കോട് ടൗൺ സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. നിലവിൽ 4 മാധ്യമപ്രവർത്തകരെയാണ്, ഏഷ്യാനെറ്റിലെ 3 പേരെയും മീഡിയ വണിലെ ഒരു മാധ്യമപ്രവർത്തകനെയും അടക്കം 4 പേരെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനകത്ത് ഇപ്പോൾ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് ടൗൺ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പ് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ CPI നേതാക്കളായ TP ദാസൻ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ സംഘടനാ നേതാക്കളും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്? രാവിലെ മുതൽ നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം 4.5 മണിക്കൂറോളം നീണ്ടുന്ന പ്രശ്നങ്ങൾക്ക് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരുടെ സംഘടനയുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഉൾപ്പെടെ എത്തിക്കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ മുന്നിൽ ഒരു ചർച്ച നടത്തുകയും ഈ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്താണ്. ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഏതാണ്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല. 1 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് വീണ്ടും ഈ ടൗൺ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ഏഷ്യാനെറ്റിന്റെ വാഹനം കോഴിക്കോട് ടൗൺ സ്റ്റേഷനകത്ത് രാവിലെ കസ്റ്റഡിയിൽ എന്ന പേരിൽ എടുത്തു വെച്ചിരുന്നു. ഈ വാഹനം വിട്ടു നൽകാൻ ടൗൺ CIയുടെ നേതൃത്വത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനം എടുക്കുന്നതിനായി എത്തിയ 3 മാധ്യമപ്രവർത്തകരെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ സ്റ്റേഷനകത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുൾപ്പെടെയുള്ള പല വകുപ്പുകളും ചേർത്ത് കേസെടുക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് പിന്നീട് ഇവിടെ നടന്ന കാര്യങ്ങൾ. പിന്നീട് ഇത് അന്വേഷിക്കാനെത്തിയ ഒരു മാധ്യമപ്രവർത്തകനെ കൂടി സ്റ്റേഷനകത്തേക്ക് തള്ളിയിടുകയും സ്റ്റേഷൻ അടക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് SI വിമോദിന് അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട് ഈ വിധത്തിൽ രാവിലത്തെ വിഷയങ്ങളിൽ എന്ന് കൃത്യമായി തന്നെ DGP അടക്കമുള്ളവർ വിലയിരുത്തിയിരുന്നതാണ്. ഈ അന്വേഷണ വിധേയമായ സംസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിരീക്ഷിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി അടക്കം പറയുന്നു, പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അടക്കം പറയുന്നു, യാതൊരു വിധത്തിലും മാധ്യമപ്രവർത്തകരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാനാകില്ല, അങ്ങനെ ഒരു യാതൊരുവിധ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പു പറയുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന തന്നെ എവിടെയോ നടന്നു എന്ന് വേണ്ടേ? വീണ്ടും ഈ ഒരു സംഭവം നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും SI എങ്ങനെ പെരുമാറുമ്പോൾ മനസ്സിലാക്കേണ്ടത്? സൗമ്യ, തീർച്ചയായും ഇന്ന് രാവിലെ കോടതിക്കകത്തുൾപ്പെടെയുള്ള നടന്ന കാര്യങ്ങൾ മുതൽ പിന്നീട് ടൗൺ സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്കും കമ്മീഷണർ ഓഫീസിന് മുന്നിലെ മാധ്യമപ്രവർത്തകരെ പ്രതിഷേധം ചെയ്യേണ്ട സാഹചര്യത്തിലേക്കും എല്ലാം എത്തിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ സംശയം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ CIയും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുകൂടി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മളുടെ ക്യാമറ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ വളരെ നന്നാകുമെന്ന് കരുതുന്നു. മാധ്യമപ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സ്റ്റേഷനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് സിജു? സൗമ്യ, തീർച്ചയായും ഒരു 12 മണി മുതൽ 12 മണിക്ക് ശേഷം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മാധ്യമപ്രവർത്തകരുടെ ധർമ്മം. അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ ശേഖരിക്കുക എന്ന ധർമ്മത്തിന് അപ്പുറത്ത് മാധ്യമപ്രവർത്തകർക്ക് പ്രതിഷേധിക്കേണ്ട സാഹചര്യം വരുന്നു. സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട സാഹചര്യം വരുന്നു. ഇന്ന് 1.5 മണിക്കൂറിലേറെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലും പിന്നീട് ടൗൺ സ്റ്റേഷന് മുന്നിലും മാധ്യമപ്രവർത്തകർക്ക് സാധാരണക്കാരനെ പോലെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഈ സാഹചര്യത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തി എന്നതാണ് വളരെ വിശദമായി അന്വേഷിക്കേണ്ടത്. കാരണം ഇന്ന് രാവിലെ മുതലുണ്ടായ കാര്യങ്ങൾ കൃത്യമായും ഒരു SIയുടെ നേതൃത്വത്തിൽ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല, ഈ സേനയെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ പിഴവുകളായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ആകെ മോശം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഒരു കോഴിക്കോട് ടൗണിലെ SIയുടെ നേതൃത്വത്തിലുള്ള വളരെ പ്രകോപനപരമായ ഇടപെടൽ ഇന്ന് രാവിലെ മുതലുണ്ടായ പ്രകോപനപരമായ ഇടപെടലിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ 10:30 മുതൽ ഇപ്പോൾ സമയം വൈകുന്നേരം 3:30 ഇത്രയും മണിക്കൂറുകൾ കോഴിക്കോട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒരു SIയുടെ തീരുമാനമാണ്, ഒരു SIയുടെ നിയമലംഘനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനുശേഷവും ഈ രാവിലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലയുടെ ചുമതലയുള്ള സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടും തൽക്കാലത്തേക്ക് ഈ ഉദ്യോഗസ്ഥനെ
ഈ ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്നറിയിച്ചിട്ടും CIയുടെ നേതൃത്വത്തിൽ ഈ ദൃശ്യമാധ്യമത്തിന്റെ വാഹനം വിട്ടുകൊടുക്കണമെന്ന് അറിയിച്ചിട്ടും ഇതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു SI വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുവെന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണോ ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം നടപ്പാക്കുന്നത്? ഏതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇടപെടലാണോ ഇപ്പോൾ ഉള്ളത്? സിജു, സൗമ്യ, നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയാൻ ആരും ഇവിടെ എത്തിയിട്ടില്ല. കാരണം രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ, മുഴുവൻ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും CPMന്റെ ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് KC അബു ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ADGP ഈ സംഭവത്തെക്കുറിച്ച് ADGPക്ക് വ്യക്തമായ ധാരണയുണ്ടായിട്ടുണ്ട്. ADGP ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ADGP സംഭവ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തിയിട്ടില്ല. ടൗൺ സ്റ്റേഷനും സിറ്റി കമ്മീഷണർ ഓഫീസും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ നിലവിൽ ഇതുവരെ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തിയിട്ടില്ല. ഏതായാലും ADGP സംഭവ സ്ഥലത്ത് എത്തണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സംഭവ സ്ഥലത്തെത്തും. കാരണം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയുണ്ട്. ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതിയിൽ നടന്ന കാര്യങ്ങൾ തൊട്ട് അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള മാധ്യമപ്രവർത്തകരുടെ വിശദീകരണവും അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട SIയുടെ വിശദീകരണവും എല്ലാം കൃത്യമായി അറിയുന്ന ഒരാളാണ് സിറ്റി പോലീസ് കമ്മീഷണർ. കാരണം ഇന്ന് രാവിലെ മുതൽ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ കൃത്യമായ നിയമലംഘനമാണ് എന്ന് അറിഞ്ഞിട്ടും SI വിമോദ് ഇങ്ങനെ ഒരു നടപടി എടുക്കുകയായിരുന്നു. കോടതിക്കുള്ളിലും ഒരുപക്ഷെ കോടതിക്കുള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങളിൽ വ്യക്തമാകേണ്ടതുണ്ട്. കാര്യങ്ങൾ ജഡ്ജിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന്. ഇവിടെ കറക്റ്റായി തന്നെ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന സാക്ഷ്യമാണ്. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകർ, സിജു അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാമറകൾ, അതിലെ ദൃശ്യങ്ങളൊക്കെ ഇതിന് തെളിവാണ്. അത്തരത്തിൽ പ്രകോപനം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ. പക്ഷേ ഇവിടെയും നേരത്തെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ആരോപണമുള്ള വ്യക്തിയാണോ SI? പ്രത്യേകിച്ച് അദ്ദേഹം ഇങ്ങനെ ഏകപക്ഷീയമായി മനഃപൂർവ്വം ഇങ്ങനെ കാര്യങ്ങൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായി മനഃപൂർവ്വം എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലൊരു സൂചന പൊതുവെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗമ്യ, ഈ SIയെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ നേരത്തെ പല കേസുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഒരുപക്ഷെ ഒരു നിയമം സംരക്ഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് വരെ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിരുന്നു എന്ന പല ആരോപണങ്ങളും പല സമയത്തും ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ചിരുന്നു. നേരത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥന് പലപ്പോഴും നിയമം സംരക്ഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനായിട്ടും ഈ ഉദ്യോഗസ്ഥൻ പലപ്പോഴും നിയമം ലംഘിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന വിവരം പല സമയത്തും ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധികൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ സ്വഭാവം കൃത്യമായി പരിശോധിക്കുന്ന തരത്തിലേക്ക് കൂടി ആ രീതിയിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നാണ് പത്രപ്രവർത്തക യൂണിയന്റെ പ്രതിനിധികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുമെന്ന ഒരു ഉറപ്പ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ഉറപ്പുകൾക്കെല്ലാം ശേഷമാണ് വീണ്ടും യാതൊരു പ്രകോപനവും ഇല്ലാതെ മാധ്യമപ്രവർത്തകർ പിരിഞ്ഞു പോയതിനു ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ നടന്ന സംഭവങ്ങൾ എന്തിന് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നേരത്തെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന സംഭവം ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്ക് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. സിജു, ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എന്താണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിൽ സംഭവിക്കുന്നത്? ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ കൂടി പോയാൽ സൗമ്യ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പോകാവുന്നതാണ്. കാരണം സ്റ്റേഷനകത്ത് നമ്മുടെ 4 മാധ്യമപ്രവർത്തകരാണുള്ളത്. 4 മാധ്യമപ്രവർത്തകർ സ്റ്റേഷനകത്ത് കുത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇവരെ സ്റ്റേഷനകത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം പിന്നീട് സ്റ്റേഷന്റെ ഗ്രില്ലുകൾ അടച്ചുപൂട്ടി പുറത്തു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവർ 4 പേരും സ്റ്റേഷനകത്തുണ്ട്. അതിനിടയിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവരെ തൽക്കാലം പുറത്തു വിടാമെന്നൊരു കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിൽ വീണ്ടും നിയമലംഘനം, ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ വീണ്ടും നിയമലംഘനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ കാര്യമായ
നടപടിയെടുക്കണം എന്നതാണ് പത്രപ്രവർത്തകരുടെ ആവശ്യം. ആ ആവശ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ പത്രപ്രവർത്തകർക്ക് ടൗൺ സ്റ്റേഷന്റെ മുന്നിൽ കുത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരുടെ ജോലി. അതിനപ്പുറത്തേക്ക് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാധ്യമപ്രവർത്തകരെ എത്തിച്ചിരിക്കുന്നു. ഇതാരാണ് ഈ സാഹചര്യത്തിലേക്ക് മാധ്യമപ്രവർത്തകരെ തള്ളിവിട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. സൗമ്യ, സിജു, ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ജനപ്രതിനിധികൾ അടക്കം അവിടെ ഉണ്ട്. ഒരുപക്ഷെ അവരെ തടവിലാക്കുന്ന രീതിയിലേക്ക്, ഗ്രില്ലടച്ച് ഒരുപക്ഷെ വലിയ അസഭ്യവർഷം നടത്തുന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഒരു നടപടി എന്നൊരു ഉറപ്പില്ലാതെ ഇനി അവിടെ നിന്ന് പോകാൻ സാധിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണോ നമ്മൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഉള്ളത്? സിജു, ഏതായാലും പ്രദീപ് കുമാർ MLA, മോഹൻ മാസ്റ്റർ, SC അബു അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനുള്ളിൽ ഉണ്ട്. മറ്റ് പോലീസുകാർ അല്ലെങ്കിൽ SI അടക്കമുള്ളവർ എന്താണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ പുതിയ സംഭവവുമായി ബന്ധപ്പെട്ട്? സിജു, സ്റ്റേഷനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അതിലേക്ക് നമ്മുടെ ക്യാമറ പേഴ്സണ് നിർദ്ദേശം നൽകിയാലും. സൗമ്യ, സ്റ്റേഷനകത്തു നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ ടൗൺ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ADGP പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ച സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഉമാ ബെഹ്റയുടെ നേതൃത്വത്തിലാണ് നേരത്തെ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പല ഉറപ്പുകളും നൽകിയത്. ഈ ടൗൺ എസ് ഐയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു ഉൾപ്പെടെയുള്ള ഉറപ്പുകൾ. എന്നാൽ ആ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് രാവിലെ നടന്നതുപോലെ തന്നെ പരസ്യമായ നിയമലംഘനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു തവണ നമ്മൾ ഇത് ഇന്ന് രാവിലെ കോടതി വളപ്പിൽ കണ്ടതാണ്. കോടതി വളപ്പിൽ ഒരു തരത്തിലുള്ള പ്രകോപനവുമല്ലാതെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ അവിടെ എത്തിയിരിക്കുന്നു. ഇവരോട് നേരിട്ട് ADGPയോട് ചെന്ന കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉമാ ബെഹ്റ അവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ ഈ SI കുറ്റം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നിയമലംഘനം നടന്നിട്ടുള്ളതായി വ്യക്തമായിട്ടുണ്ട്. ഇയാൾക്കെതിരെ നടപടിയെടുക്കും, തലസ്ഥാനത്ത് നിന്ന് നീക്കും, അന്വേഷണം നടത്തുമെന്ന് CI ഉറപ്പ് നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ഉത്തരവ്, ഇവർ ഈ ഒരു വാക്ക് നൽകിയതിനു ശേഷം കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സിറ്റി പോലീസ് കമ്മീഷൻ ടൗൺ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവാണ്. ഏറ്റവും പുതുതായി ആ റിപ്പോർട്ടാണ് നൽകാൻ കഴിയുന്നത്. ഈ ഇത്രയും വലിയ നിയമലംഘനം നടത്തിയ ടൗൺ SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെ മാധ്യമപ്രവർത്തകർക്ക് നേരെ രാവിലെ മുതൽക്കേ തന്നെ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയുമുള്ള നടപടികളാണ് ടൗൺ SIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് SIയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ അവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കാനായി. ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട, വീണ്ടും തടവിലാക്കപ്പെട്ട റിപ്പോർട്ടർമാർ അടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 4 ജേർണലിസ്റ്റുകളെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത്. രാവിലെ കോടതിക്കുള്ളിൽ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം തിരികെ എടുക്കാനായി ചെന്നപ്പോഴാണ് വീണ്ടും SIയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടായത്. സിജു, സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെപ്പോൾ മാധ്യമ പ്രവർത്തകരോടക്കം സംസാരിക്കുകയാണോ, സംഭവങ്ങൾ വിലയിരുത്തുകയാണോ, എന്താണ് വിവരങ്ങൾ? സൗമ്യ, ഇവിടെ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിശദീകരണം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഉച്ചവരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം, ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തിലേക്ക് വരെ എത്തിയ കാര്യങ്ങളെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കാരണം മാധ്യമപ്രവർത്തകരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് KUWJ ഭാരവാഹികൾ ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ, ഈ SI ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നുള്ള വിശദീകരണങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ തേടിയിരുന്നു. അതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ
ജില്ലാ ജഡ്ജ് ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടന്ന ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ഒരു 3/4 മണിക്കൂറിന് ശേഷം വീണ്ടും നടന്നിരിക്കുന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൃത്യമായ വിവരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ സ്റ്റേഷനകത്തേക്ക് കയറിപ്പോയ സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ 4 മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഏഷ്യാനെറ്റിലെ 3 മാധ്യമപ്രവർത്തകരാണ് സ്റ്റേഷനകത്ത് പൂട്ടിയിട്ടത്. അതിനുശേഷം കാര്യങ്ങൾ വിശദീകരിക്കാൻ, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി സംസാരിക്കാനെത്തിയ മീഡിയ വൺ ചാനലിലെ ജയേഷ് എന്ന റിപ്പോർട്ടറെയും സ്റ്റേഷനകത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് പൂട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിലടക്കം പരസ്യമായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് എന്നതാണ്. കൃത്യമായും ഏതൊക്കെ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്നുൾപ്പെടില്ല. ഇപ്പോൾ സൗമ്യ, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സംഘടനാ പ്രതിനിധികളും സിറ്റി പോലീസ് കമ്മീഷണറും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ KUWJ ജില്ലാ ഭാരവാഹികൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, DCC പ്രസിഡന്റ് KC അബു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനാ നേതാക്കളും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു ചർച്ച നടത്തുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് രാവിലെ കോടതിയിൽ നടന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ച എന്ന രീതിയിൽ 3ാമത്തെ ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. രാവിലെ ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ KUWJ ഭാരവാഹികളും അതോടൊപ്പം തന്നെ സംഭവത്തിൽ ഉൾപ്പെട്ടവരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകളാണ് മാധ്യമപ്രവർത്തകരോട് നൽകിയത്. കാരണം ജില്ലാ ജഡ്ജിന്റെ വാക്കാലുള്ള ഒരു ഉത്തരവുണ്ട്. സ്വാഭാവികമായും ജില്ലാ ജഡ്ജിന്റെ വാക്കാലുള്ള ഉത്തരവുണ്ടെങ്കിൽ ഇത്തരത്തിൽ അത് അനുസരിക്കാനുള്ള ബാധ്യത മാധ്യമപ്രവർത്തകർക്കുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വാക്കാലുള്ള ഉത്തരവ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ ഒരു വ്യക്തത ഇല്ലാതിരുന്നത്. പിന്നീട് 12:30 സംഭവത്തെക്കുറിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ വിശദീകരണത്തിൽ ജില്ലാ ജഡ്ജി പരമേശ്വരൻ മൂസദ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഒരു തരത്തിലുള്ള വിലക്കും ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതി സമുച്ചയത്തിൽ ഏർപ്പെടുത്താൻ ജില്ലാ ജഡ്ജി ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരുന്നത് ജില്ലാ ജഡ്ജി വാക്കാൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം എങ്ങനെയാണ്? റിമൂവ് ദം എന്ന ജില്ലാ ജഡ്ജിന്റെ വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകരെ കോടതി സമുച്ചയത്തിൽ നിന്ന് പുറത്താക്കുകയും അതോടൊപ്പം തന്നെ മുൻകരുതൽ എന്ന രീതിയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് എന്നാണ് രാവിലെ പോലീസ് നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ ഈ വിശദീകരണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് കുറച്ചു മുമ്പ് വാർത്തകൾ വന്നത്. ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ വിശദീകരണത്തിൽ കൃത്യമായും പറയുന്നു, മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇന്ന് കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ കേസിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് സുരക്ഷ ഒരുക്കണം, സംരക്ഷണം ഒരുക്കണം എന്ന രീതിയിലാണ് പോലീസുകാർക്ക് ഈ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ SI വിമോദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നിട്ടും മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഈ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം നീക്കം നടത്തുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ കോടതി വളപ്പിലെത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് ജീപ്പിനകത്തേക്ക് തള്ളിക്കയറ്റുകയും ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. കാരണം അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ പോലീസ് പറയുന്നത് ടൗൺ സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്ന വാഹനം എടുക്കാൻ വരുമ്പോൾ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ആ വകുപ്പ് ചേർത്ത് കേസെടുക്കും എന്നുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടാണ് ഈ SI വീണ്ടും പ്രകോപനവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. രാവിലെ പോലീസ് നൽകിയ വിശദീകരണം പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് വ്യക്തമായതാണ്. അതിനുശേഷമാണ് വീണ്ടും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പോലീസ് പറയുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം 4 പേരെ സ്റ്റേഷനകത്ത് അടച്ചിട്ടിരിക്കുന്ന 4 മാധ്യമപ്രവർത്തകരെ പുറത്തുവിടാമെന്ന് പോലീസ് പറഞ്ഞതാണ്. പക്ഷേ പുറത്തുവിടുന്നതിന് പകരം ഈ നിലവിൽ ഈ SIക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നതാണ് മാധ്യമപ്രവർത്തകരുടെ ആവശ്യം. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്തകൾ വന്നു കഴിഞ്ഞു. അന്വേഷണ വിധേയമായി ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തകൾ ലഭ്യമാണ്. എന്നാലും മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും കോഴിക്കോട് ടൗൺ സ്റ്റേഷന് മുന്നിൽ തുടരുകയാണ്. സിജു, ഇപ്പോൾ
മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികൾ അടക്കം ഇപ്പോൾ ഉമ ബെഹ്റയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ടൗൺ എസ് ഐ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. ഇയാൾ എന്താണ് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? എസ് ഐ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് സംസാരിച്ചത്. അതിനുശേഷം എസ് ഐ പുറത്തേക്ക് വരാനോ സംസാരിക്കാനോ തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ പരസ്യമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകരെക്കെതിരെ നിരവധി വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്നുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നടത്തിയ ശേഷം പിന്നീട് എസ് ഐ പുറത്തേക്ക് വന്നിട്ടില്ല. അതിനുശേഷം എസ് ഐക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നറിയില്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ വന്ന മാധ്യമപ്രവർത്തകരോട് എസ് ഐ പറഞ്ഞത് സംഭവത്തിൽ വാഹനം വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ്. കാരണം ഈ വാഹനം വിട്ടു നൽകാൻ തയ്യാറല്ല എന്നൊരു തീരുമാനമെടുക്കാൻ ഈ സമയത്ത് ആ എസ് ഐക്ക് അധികാരമില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ കൃത്യമായി പറഞ്ഞതാണ്, നിലവിൽ ഈ ഉദ്യോഗസ്ഥനെ ടൗൺ എസ് ഐ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ടൗൺ എസ് ഐ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള നിയമ നടപടിയും മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഈ എസ് ഐക്ക് അധികാരമില്ല എന്നുറപ്പുള്ളതാണ്. എന്നിട്ടും ഈ എസ് ഐ പ്രകോപനപരമായ രീതിയിൽ വെല്ലുവിളികൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തുകയും അതിനുശേഷം ഇപ്പോൾ നിലവിൽ കാണുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രതിഷേധത്തിലേക്ക് വരെ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അതായത് രണ്ടാമത് അവിടെ നടന്ന സംഭവങ്ങൾ ഒരിക്കൽ കൂടി വിശദീകരിച്ചില്ല. അതായത് സിജു, രാവിലെ തന്നെ ഈ എസ് ഐക്ക് വീഴ്ച പറ്റി എന്ന തരത്തിൽ ഒരുപക്ഷെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും വളരെ ഒരുപക്ഷെ ആ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അതിൽ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി ഉടൻ തന്നെ മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള വലിയൊരു ഉത്തരവാദിത്വം സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കാണിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലും കുറ്റാരോപിതനായ എസ് ഐ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റെന്തൊക്കെയോ ഉദ്ദേശം കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത് സിജു? അത് തന്നെയാണ് രാവിലെ കോടതി വളപ്പിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുതൽ നമ്മൾ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത സ്ഥലത്ത് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള അനാവശ്യമായ ഇടപെടലുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഈ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ പറഞ്ഞതാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇടപെടലുകളോ മറ്റ് പ്രശ്നങ്ങളോ ഗൂഢാലോചനകളോ ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന തരത്തിൽ മാധ്യമപ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിരവധി തവണ ജനങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും തന്നെ പലതവണ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യങ്ങൾ കൂടി പത്രപ്രവർത്തക യൂണിയന്റെ പ്രതിനിധികൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ കൂടി, ഈ ഉദ്യോഗസ്ഥന്റെ സ്വഭാവം കൂടി, ഏതു തരത്തിലുള്ള സ്വഭാവത്തിനുടമയാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുൾപ്പെടെ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസ് ക്ലബ് പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ പുറത്തേക്ക് വരികയാണ്. അതേക്കുറിച്ച് ചർച്ചയെക്കുറിച്ച് അവർ അല്പസമയത്തിനകം സംസാരിക്കും. ജനപ്രതിനിധികളടക്കം എ പ്രദീപ് കുമാർ MLA അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ, മോഹൻ മാസ്റ്റർ, KC അബു അടക്കമുള്ളവരൊക്കെ തന്നെ ചേർന്നാണ് ഉമാ ബെഹ്റയുമായി ചർച്ച നടത്തിയത്. നിലവിൽ ഇയാൾക്ക് എസ് ഐയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി എന്താണ് കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുകയാണ്. അതിന്റെ ആദ്യപടി എന്നോണമാണ് എന്താണ് സംഭവിച്ചത് എന്ന് മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളുമായി അവർ ചർച്ച ചെയ്തത്. സിജു, നിലവിലെ തീരുമാനങ്ങൾ, അതായത് നിലവിൽ ചർച്ച ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ നൽകുന്ന ഉറപ്പൊക്കെ എങ്ങനെയാണ്? നിലവിൽ നേരത്തെ ചർച്ചയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറും ഇവരും തമ്മിലാണ് ചർച്ചകൾ നടന്നത്. ഈ ചർച്ചകളുടെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അത് ലഭ്യമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റേഷനകത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ എടുക്കുന്നതിനും ചില പരിമിതികളുണ്ട്. മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും
രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും അതിനകത്താണുള്ളത്. അവർ ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പുറത്തു വന്നാൽ മാത്രമേ അതിനകത്ത് ഏത് രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത്, ഏത് തരത്തിലുള്ള നടപടികളാണ്, കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥനെതിരെ എടുക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. നിലവിൽ ഏതായാലും ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷന് ശേഷം മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ ഉദ്യോഗസ്ഥനെതിരെ എടുക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഈ ചർച്ചയിൽ എന്തുറപ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയത് എന്ന് പരിശോധിക്കണം. കാരണം നേരത്തെ ചില ഉറപ്പുകൾ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ്, ആദ്യഘട്ടത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ ഉറപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥനെ എസ്ഐയുടെ ചുമതലയിൽ നിന്ന് മാറ്റുന്നു എന്നാണ്. എന്നാൽ എസ്ഐയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയ ഒരാളാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയിരിക്കുന്നത്. സൗമ്യ, അവിടെയാണ് സിജു രാവിലെ നടന്ന സംഭവങ്ങളിൽ SIക്ക് പറ്റിയ വീഴ്ച, അത് പല തരത്തിലുള്ള ന്യായീകരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിനെ പരിശോധിച്ചുകൊണ്ട് തൽസ്ഥാനത്ത് മാറ്റി നിർത്തിയുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉന്നത തലത്തിൽ നിന്നൊരു നിർദ്ദേശമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ യാതൊരു വിധത്തിലും ഉള്ള സാധ്യത ഇല്ല എന്നിരിക്കെയാണ് SI ഇത്രയും സംഘർഷഭരിതമായ ഒരു സാഹചര്യം കൂടി ഒരുക്കിയത്. ഒരുപക്ഷെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആദ്യ സംഭവത്തിൽ ഉണ്ടായത് എന്താണ് എന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ സംഭവത്തിൽ കൂടി SI എടുത്ത നിലപാടുകളൊക്കെ ചേർത്ത് വെച്ചല്ലേ പരിശോധിക്കപ്പെടേണ്ടത്. ആ വിധത്തിൽ തന്നെ ആയിരിക്കില്ലേ കാര്യങ്ങളുടെ ഗൗരവം കൂടുതൽ വ്യക്തമാകുക. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാൽ സിജു, രാവിലെ നടന്ന സംഭവങ്ങൾ അവിടെ SIക്ക് വീഴ്ച പറ്റിയെന്ന് പറയുമ്പോഴും ജഡ്ജിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആവേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ടാമത് നടന്ന സംഭവങ്ങൾ വളരെ കരുതിക്കൂട്ടി ഉള്ളതായിരുന്നു. ഒരു സംഘർഷം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏത് വിധത്തിലെങ്കിലും ഇവരെ കേസിൽ കൊടുക്കുകയോ അങ്ങനെയൊക്കെ അവർ ആക്രോശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു അതിന് പിന്നിൽ. ഒരുപക്ഷെ ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള കാരണം വ്യക്തമാകുകയുള്ളൂല്ലോ. സമയം ശരിയാണ്. ഇപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഇതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു സംഭവിച്ചു പോകുന്ന ഒരു പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥന് പറ്റിപ്പോകാവുന്ന പാകപ്പിഴ എന്ന രീതിയിൽ ഇതിനെ ഒരിക്കലും കാണാൻ കഴിയില്ല. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നത്തെ ഒരുപക്ഷെ പാകപ്പിഴ എന്ന രീതിയിൽ വേണമെങ്കിൽ, ഒരു സമയത്ത് സംഭവിച്ചു പോയൊരു കാര്യം എന്ന രീതിയിൽ വേണമെങ്കിൽ കാണാം. എന്നാൽ ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായും മനഃപൂർവ്വം ഈ ഉദ്യോഗസ്ഥൻ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലേക്ക് വിലയിരുത്തേണ്ടി വരും. ഈ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണ വിധേയമായി ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷന് ശേഷം കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലാണ് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തുകയും വീണ്ടും ഒരേ ദിവസം തന്നെ മണിക്കൂറുകൾക്കിടയിൽ 2 തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിക്കുമോ മാധ്യമങ്ങളോട്? അങ്ങനെയാണോ അറിയാൻ കഴിയുന്നത്? നിലവിൽ SIയുമായി സംസാരിക്കുകയാണോ? സൗമ്യ, തീർച്ചയായും നിലവിൽ സ്റ്റേഷനകത്ത് വെച്ച് ഈ സംഭവങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ. സ്വാഭാവികമായും പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം ഉമാ ബെഹ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ രാവിലെ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഈ ഉദ്യോഗസ്ഥരെതിരെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ലഭിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും എന്നുൾപ്പെടെ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഉമാ ബെഹ്റ നേരിട്ടെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ വീണ്ടും ഉമാ ബെഹ്റ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം നടത്തും. ഈ ഉദ്യോഗസ്ഥനെതിരെ SIക്കെതിരെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദീകരണം ഉമാ ബെഹ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് നമുക്ക് കരുതേണ്ടത്. നിലവിലേതായാലും സ്റ്റേഷനകത്ത് പോലീസുകാരിൽ നിന്നും സ്റ്റേഷനകത്തുള്ള 4 മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഒരുപക്ഷെ സിജു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കാവുന്ന തരത്തിലേക്കായിരുന്നില്ലേ ഈ SIയുടെ പ്രവർത്തികൾ പോയത്? DGP ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. TV കാണണം. ആ TV കണ്ട സമയത്ത് ഇതാണെങ്കിൽ എനിക്ക് ഐ എം വെരി സാഡ് ആൻഡ് അൺഹാപ്പി. ഞാൻ സത്യത ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാണ്. കാരണം ഞാനൊരു പ്രിജുഡീസ്ഡ് ആയിട്ട് പറയുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി സസ്പെൻഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? അതെ,
സസ്പെൻഡ് പിന്നെ ആ ഒരു കടലാസ് മാത്രം പോകും. അത് ഫയലിൽ അവർ ആക്കി. ഞാൻ പറഞ്ഞു ഇവിടെ മാറ്റിക്കറിഞ്ഞു. പിന്നെ വേറെ ആരോ ആൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അല്ല, കാരണം ഇതിനെ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹമാണ് കൊണ്ടുവന്നു. ഞാനൊരു കാര്യം മനസ്സിലാക്കി, 3 മീഡിയ ആൾക്കാരെ അവരുടെ വാൻ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് അത് അവോയ്ഡ് ചെയ്യാനായിരുന്നു. ഓക്കെ സാർ, യു ടേക്ക് ദ വാൻ. അത് പറഞ്ഞാൽ മതിയല്ലോ. അവർ നിങ്ങൾ വാൻ കൊണ്ടുപോയി, അത് നിങ്ങൾ അവർക്ക് വിളിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അത് ഒറുക്കില് എനിക്ക് ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. എനിക്ക് ന്യായീകരണം എനിക്ക് എൻ്റെ കയ്യിലില്ല. ഇല്ല. SI തെറ്റ ചെയ്തു, അതുകൊണ്ട് അവർക്ക് സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പെൻഡിങ് എൻക്വയറി, സസ്പെൻഷൻ മീൻസ് ഇറ്റ് ഈസ് എ പെൻഡിങ് എൻക്വയറി. ഇയാളെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാക്കില്ല. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ പണ്ടത്തെ ഒരു കാലം, ഒരു ക്യാമറ വെച്ച് ഈ ഗേറ്റ് അടയ്ക്കുന്നു, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു, ഇതൊക്കെ ലൈവായി പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഒരു SI ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ മീഡിയ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു ഇറസ്പോൺസിബിൾ ആയി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് മീഡിയ പ്രവർത്തകരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ DGP എന്താണ്? അറസ്റ്റ് മീൻസ് ദർ ഷുഡ് ബി എ ക്രിമിനൽ കേസ്. ക്രിമിനൽ കേസ് ഇല്ലാതെ there are 2 types of arrest ഇന്ത്യയിൽ. ഒരു പ്രിവെന്റീവ് അറസ്റ്റ് ഉണ്ട്, പിന്നെ വേറെ ഒരാളാണ് അറസ്റ്റ് ഇൻ എ ക്രിമിനൽ കേസ്. ആ ക്രിമിനൽ കേസിലെ തെളിവ് മാത്രം ഉണ്ടെങ്കിലാണ്. ഇപ്പോൾ പ്രൈമ ഫേസി അപ്പോൾ ഞങ്ങളൊരു അവരുടെ മിസ്കണ്ടക്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നു. ഞാൻ TV-യിൽ നിന്ന് കണ്ടു, TV-യിൽ കണ്ടുള്ള കാര്യങ്ങൾ പറയും. അത് ഞാൻ ഫസ്റ്റായിട്ട് ഒരു സസ്പെൻഷൻ മീൻസ് വാട്ട് ടു ഇമ്പോസ് മേജർ പെനൽറ്റി. ഒരു മേജർ പെനൽറ്റിയിൽ ഡിസ്മിസ് ചെയ്യാം, ഒരാൾക്ക് റിമൂവ് ചെയ്യാം, ഒരാൾക്ക് റാങ്ക് റിഡക്ഷൻ ചെയ്യാം. ഈ കാര്യങ്ങളുണ്ടോ? അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് നിന്നോ അവിടെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അവർക്ക് മെമോ ഓഫ് ചാർജ് വരും. അതാണ് ഇപ്പോൾ ഈ സാന്നിധ്യത്തിൽ ഒരു ക്രിമിനൽ കുറ്റ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇതുവരെ താങ്കൾ പോലെ എന്നെ പറഞ്ഞിട്ടില്ല. DSNG ഒരു പോലീസ് ഒത്തുതീർപ്പാക്കി ഇതിൽ ഉറപ്പ് കൊടുക്കുകയാണ്. DSNG ഞങ്ങളുടെ OB വാൻ എടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിന് ശേഷം അത് എടുക്കാൻ പോകുന്ന ഒരു 3 പേരെ കോളർ കുത്തിപ്പിടിച്ച് പോലീസിന് എന്താണ് ചെയ്യാൻ കഴിയുക ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷന്റെ ഗ്രില്ല് അടച്ച് ഇങ്ങനെ അടച്ചിരുന്ന് ആളുകളെ തടഞ്ഞു നിർത്തുക, ഈ റിപ്പോർട്ടേഴ്സിനെ അകത്ത് പിടിച്ചിരുത്തുക, ഒരു ക്രിമിനലിനോട് പെരുമാറുന്നത് പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഈ സർവീസിൽ നിൽക്കുന്നത്, അദ്ദേഹത്തിനെതിരെ മറ്റ് അന്വേഷണം വേണ്ടി അദ്ദേഹം ചെയ്ത നടപടിയെ അഗ്രി. താങ്കൾ ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ നിയമപ്രകാരം ഇതിലെ 3 പേരൊക്കെ അവർ അങ്ങനെ ചെയ്തല്ലോ, കളർ പിടിച്ച് പറഞ്ഞല്ലേ. അങ്ങനെ ഒരു പരാതി വേണം. അപ്പൊ അത് വേണമെങ്കിൽ കേസാണെങ്കിൽ കേസ് എടുക്കണം. പരാതി സസ്പെൻഷൻ ഒരു പ്രൈമ ഫേസി ഒരു പ്രൊസീജിയറാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്രൈമ ഫേസി നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റൽ നടപടി എടുക്കാൻ മുമ്പുള്ള പ്രൊസീജിയറാണ്. കേട്ടോ, മനസ്സിലാ? നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ക്രിമിനൽ കേസാണ്. ഒരു ആളെ ഇടിച്ചു, അസോൾട്ട്, അതൊരു കേസാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ വിക്ടിം ഓർ വിക്ടിമിന്റെ കൂടുതലുള്ള ഒരാള് ഒരു പരാതി തരണം, ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കില്ല. ഷുവർ, ഞാൻ ഉറപ്പ് പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒരു തർക്കിക്കാൻ പോകുന്നില്ല. യു ഗിവ് മീ എ കംപ്ലൈന്റ് ഈ ആൾക്കാരെ ഇങ്ങനെ ഇടിച്ചു ഓർ എന്നെ ഇത് ചെയ്തു ഓവർ, അത് ക്രിമിനൽ കാര്യത്തിലാണെങ്കിൽ ഞാൻ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാം. ഇത് ഇന്നത്തെ ഈ സംഭവം പോലീസുകാരൊക്കെ ആകെ ഷെയിമാണെന്ന് സമ്മതിക്കാൻ സാറിന് യാതൊരു പ്രശ്നമില്ലെന്നാണ് സാറിന്. ഞാൻ ഈ ടൈപ്പ് വാർഡ് ഉപയോഗിക്കാറില്ല. ഐ വിൽ സേ ഐ എം വെരി സാഡ്. ഇങ്ങനെ ഒരു അവോയ്ഡബിൾ സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ പോലീസുകാരെ ഇങ്ങനെ ഒരു യൂണിഫോം പോലീസുകാരെ ആക്ച്വലി ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമുള്ള കാര്യം, വിതൗട്ട് പ്രിജുഡീസ് ടു ദ എൻക്വയറി. കാരണം അതകളെ പറയുന്നത് ഞാൻ ലാസ്റ്റിൽ പോലീസിന്റെ പണിഷ്മെന്റിന്റെ ലാസ്റ്റ് അതോറിറ്റി ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് ശരിയല്ല. പക്ഷേ എനിക്ക് ഐ ഫീൽ ബാഡ്.
ആൻഡ് സാഡ്. ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. സർ, ഇതിൽ പോലീസ് ആദ്യം നടത്തിയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് ജഡ്ജി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷേ ജഡ്ജി തന്നെ പിന്നീട് രജിസ്ട്രാർക്ക് നൽകിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹം ഒരു തരത്തിലും പോലീസിനോട് മാധ്യമപ്രവർത്തകരെ തടയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് പോലീസിന് അങ്ങനെ ഒരു എന്തെങ്കിലും? അതോ താങ്കളത് ഞാൻ ഇദ്ദേഹം രാവിലെ എന്നെ ചോദിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് അതുപോലെ തന്നെയാണ് മെസ്സേജ്. ഞാൻ അവിടെ പോയിട്ടില്ല. അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നീ ഇതിലെ ഒരു തർക്കം വന്നതുകൊണ്ട് ജഡ്ജ് ഒരു വിശദീകരണം നടത്തിയില്ലേ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു അത് കമ്മീഷണർക്ക് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥൻ പോലീസിനെ ആകെ തെറ്റിദ്ധരിപ്പിച്ചോ? അങ്ങനെ ചിലപ്പോഴായിരിക്കും. ദാറ്റ് ഈസ് ഓൾസോ മിസ്ലീഡിംഗ് ഓൾസോ ഈസ് എ ഗുഡ് മിസ്കണ്ടക്ട് ആണ്. അതുകൊണ്ടാണ് മിസ്ലീഡ് ചെയ്തിട്ടുണ്ടോ പോലീസിനെ ആകെ? അത് പ്രൈമ ഫേസി അല്ലേ, അത് ഫസ്റ്റ് അവർ പറയട്ടെ. ഇത് നിങ്ങൾ പറയുന്നേ, അത് ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മൈക്കിൽ തന്നെ പറയുന്നുണ്ട് ജഡ്ജി എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് തെറ്റാണെങ്കിൽ അത് 1 more കൗണ്ട് ആവും. മിസ്കണ്ടക്റ്റഡ് ഒരു ആൾക്ക് we can't യൂണിഫോം ഇട്ട ശേഷം ഒരു we can't tell lie. ഇത് കാര്യം മനസ്സിലാക്കണം. മിസ്ലീഡ് ചെയ്താല് മിസ്ലീഡിങ് ഈസ് എ മിസ്കണ്ടക്ട്. ഇതിൽ 2 കാര്യമുണ്ടോ. ഒന്നാമത്തെ കാര്യം മിസ്കണ്ടക്ട് ഒബിഷൻ കമ്മീഷൻ എന്തൊക്കെ ശരിക്കത്തെ പ്രവർത്തിച്ചിട്ട് ചെയ്തിട്ടില്ല. അതൊരുമാണ് ഡിപ്പാർട്ട്മെന്റൽ കാര്യങ്ങളാണ്. ആ ഡിപ്പാർട്ട്മെന്റൽ കാര്യങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനായി. അത് കഴിഞ്ഞിട്ട് അപ്പം മെമ്മോ ഓഫ് ചാർജ് ഉണ്ടാകും. ഇതിലെ മിസ്കണ്ടക്ട് താങ്കൾ പറഞ്ഞ പോലെ ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ വേറെ ഒരു കാര്യം പറഞ്ഞു, ഇതിലെ ഒരു ആളെ ഇടിച്ചു എന്നാല് അതിലൊരു പരാതി എനിക്ക് വേണം. ബെഹ്റ DGP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ വിഷയത്തിൽ ഒരു പരാതി തന്നാൽ ക്രിമിനൽ കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാം. നിലവിൽ SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ വിധേയമായി. ഈ കാര്യത്തിലുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ ഈ സംഭവത്തെ ദുഃഖകരമാണ് ഈ സംഭവമാണ് നടന്നത്. യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് DGP പ്രതികരിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ വൈകുന്നേരത്തിനകത്ത് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് DGP ഇപ്പോൾ പ്രതികരിച്ചത്. യെസ്, ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം ഈ രാവിലെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ തുടർച്ച എന്നോണം ഇപ്പോൾ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലും SIയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രകോപനപരമായ സാഹചര്യം ആണ് ഉണ്ടായത്. രാവിലെ കസ്റ്റഡിയിലെടുത്ത OB വാൻ, ഏഷ്യാനെറ്റ് OB വാൻ തിരിച്ച് എടുക്കാനായി ചെന്ന മാധ്യമപ്രവർത്തകരെ തടഞ്ഞു വെക്കുകയും അസഭ്യവർഷം ചൊരിയുകയുമായിരുന്നു SIയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം SIക്ക് എതിരെ നടപടി, അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ആ വിധത്തിൽ യാതൊരു നിയമ നടപടിയും എടുക്കാൻ അയാൾക്ക് അധികാരമില്ലായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ വിധത്തിൽ ഇവരെ തടഞ്ഞു വെച്ചത്. നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ എനിക്കറിയാം, എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തേണ്ടതെന്ന് എനിക്കറിയാം എന്ന തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രകോപനപരമായ ഒരു സിറ്റുവേഷൻ SI ഉണ്ടാക്കിയത്. ഏതായാലും അല്പം മുമ്പ് ഉമാ ബെഹ്റ അവിടെ എത്തിയിട്ടുണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർ. ഈ കാര്യങ്ങൾ വിശദമായി തന്നെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ അവിടെ എത്തിയത്. DGPയും ഈ വിഷയം ദുഃഖകരം എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. എന്നാലും ഉമാ ബെഹ്റയുടെ നേതൃത്വത്തിൽ ഈ വിഷയം ഇപ്പോൾ നടന്ന സംഭവങ്ങൾ അന്വേഷണം നടത്തുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാരൊപ്പം തന്നെ ജനപ്രതിനിധി A. പ്രദീപ് കുമാർ MLA അടക്കം അവിടെ ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ കാര്യങ്ങൾ വിശദമായി തന്നെ അവർ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ഉമാ ബെഹ്റ അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. SIയോട് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ പ്രകോപനപരമായ ഒരു സാഹചര്യം കോടതിക്കുള്ളിൽ ഉണ്ടാക്കുകയായിരുന്നു SIയുടെ നേതൃത്വത്തിൽ, കോഴിക്കോട് ടൗൺ SIയുടെ നേതൃത്വത്തിൽ ചെയ്തത്. ജില്ലാ കോടതിയിൽ ഇന്ന് ഐസ്ക്രീം കേസ് അടക്കം പരിഗണനയിൽ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു രാവിലെ മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയത്. എന്നാൽ മാധ്യമപ്രവർത്തകരെ കോടതിക്കുള്ളിലേക്ക് കടത്താതെ അകത്തു വെച്ച് തടഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അവർക്ക് പുറത്തോട്ടിറങ്ങാൻ ചോദിക്കുകയായിരുന്നു. ഈ സമയത്ത് എന്താണ് പുറത്തോട്ടിറങ്ങാൻ കാരണം, എന്താണ് ഈ വിധത്തിൽ നിലപാടെടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശമുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിർദ്ദേശമുണ്ട്, വാക്കാൽ നിർദ്ദേശമുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പിന്നീട് ജില്ലാ ജഡ്ജി ഇത് തിരുത്തുകയും ചെയ്തിരുന്നു. സിജു കണ്ണൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി. സിജു, ഇപ്പോൾ ഉമാ ബെഹ്റ അവിടെ എത്തി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ലഭ്യമാണോ? വിശദാംശങ്ങൾ എങ്ങനെയാണ് സിജു?
സൗമ്യ, സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ എത്തി ഇപ്പോൾ സ്റ്റേഷനകത്താണുള്ളത്. നേരത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും സിറ്റി പോലീസ് കമ്മീഷണറുമായി ഈ വിഷയത്തിൽ രാവിലെ നടന്ന സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ 2 ചർച്ചകൾ നടന്നതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേഷനകത്തേക്ക് പിടിച്ചിട്ട നമ്മുടെ 4 മാധ്യമപ്രവർത്തകരോടും കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞു. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് DGP നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യമാണ് DGP പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ വിധേയമായി ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരാതി നൽകിയാൽ ക്രിമിനൽ കേസ് എടുക്കാമെന്ന് DGP ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യം എല്ലാം കൂടി വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ 4 മാധ്യമപ്രവർത്തകരും സ്റ്റേഷനകത്ത് പൂട്ടിയിട്ട 4 മാധ്യമപ്രവർത്തകരും ഇപ്പോൾ പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരാതി തയ്യാറാക്കി നൽകിയ ശേഷം ഈ ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കേസെടുക്കാം എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്ന വിവരം. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അകത്ത് നടന്ന ചർച്ചകളും അതിനുശേഷമുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായി നമുക്ക് അറിയാൻ കഴിയൂ. അല്പസമയങ്ങൾക്കകം സിറ്റി പോലീസ് കമ്മീഷണർ അകത്ത് നിന്നും ഇറങ്ങി വരും എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 4 മാധ്യമപ്രവർത്തകരെയാണ് സ്റ്റേഷനകത്ത് പൂട്ടിയിട്ടത്. എന്നാൽ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കില്ല എന്നുൾപ്പെടെയുള്ള ഉറപ്പുകൾ നിലവിൽ നടന്ന ചർച്ചയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നടന്ന സംഭവത്തിൽ തന്നെ, കോടതിക്കകത്ത് നടന്ന സംഭവത്തിൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഹൈക്കോടതി രജിസ്ട്രാറിന് ജില്ലാ ജഡ്ജി നൽകിയ വിശദീകരണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഏതാണ്ട് 1.5 മണിക്കൂറോളം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഏതാണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് പറയാം. ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുന്നു. അതോടൊപ്പം ഈ രണ്ടാമത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെച്ച പ്രധാന കാര്യം, ഇത്തരത്തിൽ നേരത്തെ DGP സൂചിപ്പിച്ചതാണ്, യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള പെരുമാറ്റം പരസ്യമായി മോശമായ രീതിയിൽ പെരുമാറുകയും നിയമലംഘനം നടത്തുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തിപരമായ തന്റെ അഭിപ്രായമായി DGP തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. ആ സംഭവം തന്നെയാണ് മാധ്യമപ്രവർത്തകരും രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്ന കാര്യമാണ് പറയുന്നത്. നേരത്തെ തന്നെ പല കേസുകളുമായി ബന്ധപ്പെട്ട് ടൗൺ SI വിമോദിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. ആ കാര്യങ്ങൾ കൂടി ഈ ഉദ്യോഗസ്ഥന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ ഇവിടെ സുപ്രധാനമായ ഒരു വിഷയം നേരത്തെ DGPയും വ്യക്തമാക്കിയിരുന്നു. അതായത് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ മാധ്യമപ്രവർത്തകരുടെ ആവശ്യം ആ വിധത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പരാതി ലഭിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു. ഇപ്പോൾ ഏതായാലും പരാതി എഴുതി നൽകുകയാണ്. അവിടെ സുപ്രധാനമായ ഒരു വിഷയം, ഇന്ന് ഈ നടന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രകോപനപരമായി തന്നെ SIയുടെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടായി എന്ന് വ്യക്തമല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവം, അല്പം മുമ്പ് നടന്ന സംഭവം പരിശോധിച്ചാൽ ആ വിധത്തിൽ തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സിജു, സൗമ്യ, DGP നൽകിയ നിർദ്ദേശം ഇതാണ്. പരാതി നൽകിയാൽ ഈ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുന്ന കാര്യം, വിവിധ വകുപ്പുകൾ ചേർന്ന് കേസെടുക്കുന്ന കാര്യം ഉൾപ്പെടെ തീരുമാനിക്കുമെന്നായിരുന്നു DGP നൽകിയ ഒരു വിശദീകരണം. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയും ഈ നിലപാടാണ് സ്വീകരിച്ചത്. ഒരുപക്ഷെ DGP സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്ന് ഒരു വിശദീകരണം തേടിയിട്ടുണ്ടാവാം. അത് ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുന്നു. അവരുടെ പ്രതികരണങ്ങൾ. ഒന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്റ്റെപ്പ് പോലീസ് കമ്മീഷണർക്ക് ഇവിടെ വന്ന് സംസാരിക്കണം. അങ്ങോട്ട് നമ്മളെ ഉള്ളൂ. പ്ലീസ് ഒന്ന് ബാക്ക് ഇറങ്ങിക്ക. ചർച്ചയ്ക്ക് ശേഷം പ്രദീപ് കുമാർ MLA അടക്കമുള്ളവർ, മാധ്യമപ്രതിനിധികൾ അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഉമാ ബെഹ്റയുമായി ഇവർ ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ പ്രദീപ് കുമാർ MLA ഈ വിഷയങ്ങൾ, ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കും. ഏതായാലും നിലവിൽ അവിടെ തടവിലാക്കിയിരുന്നവരെ, അടച്ചിട്ടിരുന്നവർക്കെതിരെ നടപടി എടുക്കില്ല എന്നതടക്കമുള്ള ഉറപ്പ് ഉമാ ബെഹ്റ നൽകിയിട്ടുണ്ട്. ശ്രീ പ്രദീപ് കുമാർ MLA യുടെ വാക്കുകളിലേക്ക്.
നേരത്തെ ഞാൻ പറഞ്ഞത് നടപ്പായില്ലല്ലോ, അതിന്റെ വാക്ക് പറഞ്ഞില്ല. അത് കേട്ട് ഞാൻ വന്ന് പറഞ്ഞല്ലേ നേരത്തെ, നേരെ ഘടകവിരുദ്ധല്ലേ ചെയ്തത്. പിന്നെ ഞാൻ തന്നെ കമ്മീഷണറല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചൊന്നും വരാൻ പാടില്ലല്ലോ. യെസ്, ഏതായാലും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ പോലീസ് സ്റ്റേഷനിലുണ്ട്. നേരത്തെ തന്നെ ഇവിടെ സംഭവങ്ങൾ കണ്ട ദൃക്സാക്ഷികൾ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ, ഒപ്പം തന്നെ മാധ്യമപ്രതിനിധികളോടൊക്കെ തന്നെ ഈ വിഷയങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ഉമാ ബെഹ്റ ആദ്യഘട്ടത്തിൽ ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം SIയുടെ വാദം കൂടി, അയാൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കുകയായിരുന്നു ഉമാ ബെഹ്റ. അതിനുശേഷം മാധ്യമപ്രവർത്തകർ പരാതി എഴുതി നൽകി. നേരത്തെ തന്നെ DGP വ്യക്തമാക്കിയിരുന്നു, ഇങ്ങനെ ഒരു പരാതി എഴുതി നൽകിയാൽ കൂടുതൽ നടപടികൾ SIക്ക് എടുക്കുന്ന കാര്യങ്ങളടക്കം തീരുമാനിക്കാം എന്ന്. അത്തരത്തിൽ പരാതി എഴുതി നൽകുകയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചെയ്തത്. ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പ്രദീപ് കുമാർ MLA അടക്കമുള്ളവർ, മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ, മോഹൻ മാസ്റ്റർ അടക്കമുള്ളവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യങ്ങളിൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും സുപ്രധാനമായി ഉള്ളത് ദൃശ്യ തെളിവുകൾ തന്നെയാണ്. ആദ്യം മുതൽക്ക് തന്നെ പ്രകോപനപരമായ ഒരു സാഹചര്യം രാവിലത്തെ സംഭവത്തിന്റെ തുടർച്ചയെന്നോണം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. SIയുടെ നേതൃത്വത്തിൽ എന്നതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവാണ്. രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്ത ഏഷ്യാനെറ്റിന്റെ OB1 തിരികെ എടുക്കാനായി പോയപ്പോഴായിരുന്നു ഇത്രയും പ്രകോപനപരമായ ഒരു സാഹചര്യം ഉണ്ടായത്. DGPയുടെ വാക്കുകളുടെ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷീജ, ഈ വിഷയം ദുഃഖകരമാണ് എന്ന ഒരു പ്രതികരണത്തോടു കൂടിയാണ് DGP സംസാരിച്ചു തുടങ്ങിയത്. എന്തൊക്കെ കാര്യങ്ങളാണ്? വളരെ ഗൗരവതരമായ ഒരു നിയമലംഘനം ഒരു SIയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ സംശയിക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് DGP പറഞ്ഞത്? ഷീജ. സൗമ്യ, കോഴിക്കോട് സസ്പെൻഡ് ചെയ്യപ്പെട്ട SIയുടെ ഭാഗത്തു നിന്നും വീണ്ടും അതിക്രമം ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു DGPയുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങൾ ആരംഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് സംഭവത്തിൽ അതീവ ദുഃഖം തനിച്ചുള്ളതായി അദ്ദേഹം പ്രതികരിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇയാൾ സസ്പെൻഷനിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥനുമാണ്. അതുകൊണ്ട് തന്നെ ഷീജയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക് തന്നെ പിന്നെ പരാതി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലെ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അന്വേഷണ ഓൾറെഡി സ്റ്റേഷനിലെ CCTV ക്യാമറ ഉണ്ട്, അതിൽ ഫുട്ടേജ് എടുക്കാം. എന്ത് ഇവിടെ സംഭവിച്ചു അത് കറക്റ്റായിട്ട് അന്വേഷണം ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. Can you pronounce at present the suspension procedure? Yes, I am announcing that the officer is placed under suspension with immediate effect. അന്വേഷണം പൂർത്തിയാകുമ്പോഴാണ് സസ്പെൻഷൻ. എത്ര അത് ഉണ്ടാവും. ക്രൈം കേസ് ഉണ്ടാവുമ്പോൾ സസ്പെൻഷൻ വിൽ ബി ദേർ. ഈ മാറ്റി നിർത്തുമെന്ന് ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ പിന്നെയും സ്റ്റേഷനിൽ വന്നതിനെ കുറിച്ച് എങ്ങനെയാണ് മാഡം നേരത്തെ പറഞ്ഞിരുന്നു? അതെ, ഞാൻ പറഞ്ഞിരുന്നു. അതാണ്. പിന്നെ ഹി ഹാസ് നോട്ട് ഇൻഫോംഡ് എനി ഓഫ് ദ സുപ്പീരിയർ ഓഫീസർ. സോ he is placed under suspension for whatever he has done. And inquiry ഉണ്ടാവും, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. മാധ്യമപ്രവർത്തകർക്ക് ഏതെങ്കിലും പരാതി പ്രകാരം കേസെടുക്കും? കേസെടുക്കില്ലെന്ന് ഉറപ്പ് തരാൻ കഴിയും? ഓൾറെഡി 2 പരാതി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിപ്പോ നിങ്ങൾക്ക് കൊടുത്ത പരാതിയാണ്. ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കെതിരെ എതിരായിട്ടില്ല. കാരണം ഈ പറയുന്ന SI മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി കൊടുപ്പിക്കാനാണ് ഞങ്ങൾ ഉള്ളവരെ പിടിച്ചുകൊണ്ടുപോയത്. അല്ല, അദ്ദേഹം എന്റെ പോലീസുകാർക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചാണ് ഈ പറയുന്ന 3 പേരെയും കൊണ്ടുപോയത്. സ്വാഭാവികമായിട്ടും അതിനൊരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ അതാണ് ഞാൻ പറഞ്ഞു, പരാതി കിട്ടി, അതിലെ ബേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, കറക്റ്റായി നടപടി ഉണ്ടാവും. അതിൽ ഇനി SIയുടെ ഭാഗത്ത് കള്ളക്കേസിനുള്ള നീക്കം ഉണ്ടെങ്കിലോ? നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ഈ ലീഡേഴ്സിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞത് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക്. ഉമാ ബെഹ്റ, സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയാണ് ഇപ്പോൾ സംസാരിച്ചത്.
സിറ്റി പോലീസ് കമ്മീഷണറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കൃത്യമായ ഉറപ്പ് തന്നെ മാധ്യമപ്രവർത്തകർക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള ഉറപ്പ് തന്നെയാണ് ഉമാ ബെഹ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ അന്വേഷണ വിധേയമായി ടൗൺ SI സസ്പെൻഷനിലാണ്. അന്വേഷണം നടക്കും. ഇന്ന് തന്നെ ഈ വിധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. പ്രത്യേകിച്ച് നിലവിൽ ഒരു നടപടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, തൽസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് SI ഈ പ്രകോപനപരമായ ഒരു സാഹചര്യം ഉച്ചയ്ക്ക് ശേഷം സൃഷ്ടിച്ചത് എന്നതുള്ളത് കൊണ്ട് തന്നെ അക്കാര്യങ്ങളും ഒരുപക്ഷെ വിശദമായി തന്നെ പരിശോധിക്കപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമാകും ഉണ്ടാകുക. നിലവിൽ പോലീസ് തടവിലാക്കിയ, പോലീസ് പിടിച്ചുകൊണ്ടുപോയ മാധ്യമപ്രവർത്തകരും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് ടൗൺ SIയെ നിലവിലെ അന്വേഷണങ്ങളോട് നടക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ പറയുകയുണ്ടായി. സിജു, ഞങ്ങളുടെ റിപ്പോർട്ടർ ഒരിക്കൽ കൂടി ചേരുകയാണ്. സിജു, നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? SI ഇപ്പോഴും അവിടെ തന്നെയാണോ ഉള്ളത്? ഉമാ ബെഹ്റ ഉറപ്പ് നൽകുന്നുണ്ട് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി ആവശ്യമെങ്കിൽ നടപടിയെടുക്കും, ഇയാൾക്കെതിരെ കൂടുതൽ നടപടിയെടുക്കും, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യും എന്തൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവായ വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഒരേ ദിവസം തന്നെ 2 തവണ മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പത്രക്കാർക്ക് വാർത്തകൾ കൃത്യമായി ശേഖരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി 2 തവണ സമരം ചെയ്യേണ്ടി വന്ന ഒരു ദിവസമാണിന്ന്. ഒന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലും പിന്നീട് ഇപ്പോൾ ടൗൺ സ്റ്റേഷന് മുന്നിലും. രാവിലെ കോടതിക്കകത്ത് നടന്നിരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഒരു SIയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനുശേഷം സമവായ ചർച്ചകളെല്ലാം നടന്ന ശേഷം നടപടിയെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയ ശേഷം വീണ്ടും അതേ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് നിയമലംഘനം ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് പോലെ മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷാവസ്ഥ ഈ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം. നേരത്തെ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും അതോടൊപ്പം തന്നെ പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധികളും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും നിയമലംഘനവും എല്ലാം കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷൻ സംഭവ സ്ഥലത്തെത്തിയ സിറ്റി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം അല്പസമയങ്ങൾക്ക് മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ നൽകിയിരിക്കുകയാണ്. ഒന്ന്, അന്വേഷണ വിധേയമായി ഈ ഉദ്യോഗസ്ഥനെ 2 തവണ നിയമലംഘനം നടത്തി മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തിയ ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ DGP നേരത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു, പരാതി നൽകുകയാണെങ്കിൽ ആവശ്യമായ കേസുകൾ ഈ ഉദ്യോഗസ്ഥനെതിരെ രജിസ്റ്റർ ചെയ്യും എന്ന് വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ കാക്കിയണിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത സ്വഭാവ രീതിയാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് എന്നും തിരുവനന്തപുരത്ത് നിന്ന് DGP പറഞ്ഞിരുന്നു. അതിന്റെ എല്ലാം തുടർച്ചയായി 4 മാധ്യമപ്രവർത്തകരെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പൂട്ടിയിട്ടത്. ഈ 4 മാധ്യമപ്രവർത്തകരെയും ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിനുശേഷം പുറത്തേക്ക് വിട്ടതിന് ശേഷം ഇവർ 2 പരാതികളാണ് ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എഴുതി നൽകിയിരിക്കുന്നത്. ഈ 2 പരാതികളിലും കൃത്യമായ അന്വേഷണം നടത്തുമെന്നും അതിന് കൃത്യമായി മേൽനോട്ടം വഹിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ നിയമലംഘനങ്ങളിൽ കൃത്യമായ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ് എന്ന ഉറപ്പും സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ നൽകി. അതേ ഉറപ്പാണ് നേരത്തെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പരാതി കിട്ടിയാൽ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥനെതിരെ എടുക്കുമെന്ന ഉറപ്പ് DGPയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ശക്തമായ ഒരു പ്രതിഷേധം, ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്നിരുന്ന പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് KC അബു, പ്രദീപ് കുമാർ MLA, BJP നേതാവ് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രശ്നത്തിൽ വളരെ സജീവമായി ഇടപെടുകയും ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നീതി ലഭിക്കുമെന്ന ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഈ വിഷയങ്ങളെല്ലാം ഈ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ സംഘടന KUWJ വ്യക്തമാക്കിയതാണ്, ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ താൽക്കാലികമായി ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. DGPയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും എല്ലാം നൽകിയ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് കോഴിക്കോട് നടന്നത്. സാധാരണഗതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് കൃത്യമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പരസ്യമായി തെരുവിൽ കുത്തിയിരിക്കുകയും സമരം
ചെയ്യുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുകയും ഏതായാലും ഒരു ഗുണ്ടയെ പോലെ പെരുമാറുകയായിരുന്നു ഇന്ന് കോഴിക്കോട് ടൗൺ SI ചെയ്തത്. ആദ്യം കോഴിക്കോട് ജില്ലാ കോടതിയിൽ നിന്നും യാതൊരു പ്രകോപനവുമില്ലാതെ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഉന്നതതലങ്ങളിൽ നിന്നുള്ള ഇടപെടലോടുകൂടി നിർദ്ദേശത്തോടുകൂടി ഇയാളെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് ശേഷവും പ്രകോപനപരമായി എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് SI നടപടിയെടുക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ SIക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ഗൗരവമായി തന്നെ ഈ കാര്യങ്ങൾ കാണുന്നുവെന്നും വിഷയം തന്നെ ദുഃഖിപ്പിച്ചുവെന്നും DGP പ്രതികരിക്കുകയും ചെയ്തു. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഏകപക്ഷീയമായ നടപടികൾ എടുത്ത കോഴിക്കോട് ടൗൺ SIക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ പരാതിയിന്മേൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സംഭവം അപലപനീയം എന്നാണ്, തന്നെ ദുഃഖിപ്പിച്ചു എന്നാണ് DGP പ്രതികരിച്ചത്. ഏതായാലും ഇന്ന് വൈകിട്ടോട് ഈ രണ്ട് സംഭവങ്ങളും അന്വേഷിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ DGPക്ക് നൽകിയിരിക്കുന്നത്.